സാർ, ശബരിമലയിലെ സ്വർണ്ണ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്ന് അത് സ്വർണം പൂശുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സ്വർണം ശബരിമലയിലേക്ക് സംഭാവന നിലയിൽ നൽകി, അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നിലയിൽ. ആ 27 പേര് സ്വർണം നൽകിയതിൽ 17ഓളം പേര് വീണ്ടും മൊഴി നൽകി നീട്ടും. പക്ഷെ അന്ന് അഡ്വക്കേറ്റ് ജനറൽ നൽകിയ ഈ റിപ്പോർട്ടിൽ ഈ 27 പേരുടെ പേരില്ലല്ലോ, ഒരാളുടെ പേര് മാത്രമേ വരുന്നുള്ളൂ എന്ന് കേൾക്കുന്നു. അതാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ, അതായത് അവിടുത്തെ കാര്യങ്ങളുടെ മേൽനോട്ടത്തിന് ഹൈക്കോടതി ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പിനെ വെച്ചിരുന്നു. ASP കുറുപ്പാണല്ലോ ആ സ്വർണ്ണ കൊടിമരത്തിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് കുഴപ്പമില്ല എന്നുള്ള മട്ടിലൊക്കെയാണ് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്വർണ്ണ കൊടിമരത്തിന് ഈ സംഭാവന നൽകിയ 27 പേരുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപിയുടെ പേര് മാത്രമേ ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പ് പരാമർശിച്ചിട്ടുള്ളൂ. ഈ 27 പേരിൽ ഇപ്പോ വിജിലൻസിനോട് അന്വേഷിക്കാനാണല്ലോ ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഈ വിഷയം, സ്വർണ്ണ കൊടിമരത്തിലെ തട്ടിപ്പിന്റെ വിഷയം. ആ 27 പേരിൽ 19 പേര് ഇപ്പോ വിജിലൻസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോ മറ്റേ മൊഴി കൊടുത്തവരിൽ ഷാജി കൈലാസ്, രൺജി പണിക്കര്, സുരേഷ് കുമാർ ഒക്കെ ഉണ്ട്. പ്രിയദർശൻ ഒക്കെ ഇതിൻ്റെ അകത്ത് സംഭാവന കൊടുത്തവരിലുണ്ടല്ലോ. ഈ കരമന, സുധീർ കരമന, അങ്ങനെ ഉള്ള ആളുകളൊക്കെയാണ് സംഭാവന കൊടുത്തത്. ഇവര് മൊഴി കൊടുത്തതിൻ്റെ അകത്ത് ഈ സ്വർണ്ണ നാണയങ്ങളായിട്ട്, കാരണം ഇവരിൽ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ മോഹൻലാൽ വിളിച്ച അഭ്യർത്ഥന അനുസരിച്ചിട്ടാണ് സ്വർണ്ണ നാണയമായിട്ടാണ് സംഭാവന കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെ മൊഴിയിൽ നിന്ന് ഇപ്പോൾ വിജിലൻസിന് മനസ്സിലാകുന്നത് എന്താന്ന് വെച്ചാൽ ആകെ മറ്റേ 957.3 ഗ്രാം അല്ലേ ഇതിന് ഉപയോഗിച്ചത്. അതിൽ 412 ഗ്രാം 27 പേരിൽ നിന്ന് ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഏതാണ്ട് പകുതിയോളം ഇല്ലേ ഇവര് ചലച്ചിത്ര പ്രവർത്തകർ ഒക്കെ സംഭാവന കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഭീമ ജ്വല്ലറിയുടെ മറ്റേ ഗോവിന്ദൻ ഒക്കെ അതിൻ്റെ അകത്ത് പെടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ഗോകുൽ സുരേഷും സുധീർ കരമനയും അന്നത്തെ ദൃശ്യങ്ങളിലുണ്ട്. ഗോകുൽ സുരേഷ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മകൻ. അപ്പോൾ ഈ വാജിവാഹനത്തില് സുരേഷ് ഗോപിയാണ് ഈ സ്വർണ്ണപ്പാളി ഒട്ടിച്ചത്. അത് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. അഷ്ടദിക്പാലക ശില്പങ്ങളില് ഗോകുൽ സുരേഷ് ഗോപി, ഷാജി കൈലാസ്, രൺജി പണിക്കര് ഇവരൊക്കെയാണ് ഈ സ്വർണ്ണപ്പാളി ഒട്ടിച്ചിരിക്കുന്നത് എന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണം PP അനന്തൻ ആചാര്യയെ വിജിലൻസ് ചോദ്യം ചെയ്തു. എല്ലാം സുതാര്യമായിരുന്നു എന്നാണ് അനന്തൻ ആചാര്യയുടെ മൊഴി. സ്വർണ്ണപ്പാളിയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള സാമ്പിൾ എടുത്തിട്ട് ജംഷഡ്പൂരിലെ നാഷണൽ മെട്രോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്ത്രി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്, ഈ സാമ്പിൾ ശേഖരിച്ചില്ലേ സ്വർണ്ണപ്പാളി, അപ്പൊ മുറിച്ചെടുക്കുമല്ലോ സ്വർണ്ണപ്പാളി, അതിൽ ആചാരലംഘനം നടന്നിട്ടുണ്ട്. അങ്ങനെ മുറിച്ചെടുക്കുന്ന ആചാരലംഘനമാണ് എന്ന് പറഞ്ഞിട്ട് തന്ത്രി ഒരു കേസ് കൊണ്ട് ഇപ്പോൾ കൊടുത്തിട്ടുമുണ്ട്. ഒരു ക്രൈം നടന്നാല് അത് നോക്കാനായിട്ട് മുറിച്ചെടുക്കണ്ടേ? അതെ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ പ്രായശ്ചിത്തം നടത്തണമായിരിക്കും. ഏതായാലും ഇപ്പൊ ജയിലിൽ നിന്നും തന്ത്രി ഇറങ്ങിക്കഴിഞ്ഞല്ലോ. ശബരിമലയിൽ പ്രവേശിപ്പിക്കുമെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഒരു അനുജ്ഞയൊക്കെ തേടി ഒരു പ്രായശ്ചിത്തമൊക്കെ നടത്താവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സർപ്രൈസിങ് ആയിട്ടുള്ളത് അന്ന് ASP കുറുപ്പ്, അഡ്വക്കേറ്റ് കമ്മീഷണർ 27 പേര് മിക്കവാറും അറിയപ്പെടുന്നവരായിരിക്കെ എന്തുകൊണ്ട് സുരേഷ് ഗോപി സംഭാവന ചെയ്തത് മാത്രം പറഞ്ഞു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ശരിക്കും അന്ന് ഈ പറയുന്ന ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു സംഭാവന നൽകുന്നു. ഇപ്പൊ സ്വർണ്ണമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ആരുടെ ചോദിക്കാതെ തന്നെ ഇവർ കൊടുത്താണല്ലോ. എന്നിട്ടും ചോദിക്കാതെ എന്നല്ല, ഇവരെല്ലാം മറ്റേ അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് സത്യത്തിൽ നിരീക്ഷണം, മേൽനോട്ടം തുടങ്ങിയ കാര്യങ്ങളേ ഉള്ളൂ. അഡ്വക്കേറ്റ് കമ്മീഷണർ ഇതിൻ്റെ അകത്ത് സജീവമായിട്ട് ഇടപെട്ടു, പലരെയും സമീപിച്ചു എന്നുള്ളതാണ് ഇപ്പൊ അറിയുന്നത്. അപ്പൊ അങ്ങനെ മോഹൻലാല് ഈ സിനിമാ പ്രവർത്തകരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മോഹൻലാല്
നിന്ന് മൊഴിയെടുത്തിട്ടില്ല. സുരേഷ് ഗോപിയിൽ നിന്ന് മൊഴിയെടുത്തിട്ടില്ല. സുരേഷ് ഗോപി 22-ന് ശേഷം മൊഴി കൊടുക്കാം എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. അപ്പം മോഹൻലാലിൻ്റെ ഒക്കെ മൊഴി ഇനി നടക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ സിനിമാ നടന്മാരല്ലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇത്തരത്തിലുള്ള സംഭാവനകളൊക്കെ നൽകിയിട്ടും അതൊക്കെ തന്നെ ഇത്രയും കാലം മറച്ചു വെച്ച് അല്ലെ ഒളിച്ചു വെക്കുന്നത് അതിനുള്ള എന്തെങ്കിലും ഒരു ആസൂത്രണം ഉണ്ടോ, എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അതായത് ആ പ്രശ്നമുണ്ടല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോൺക്രീറ്റ് ആയിരുന്നു. ഇത് ചെറുതൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത് മറ്റേ പ്രശ്നം വെക്കുന്നത്. എന്നിട്ട് പ്രശ്നം വെച്ചിട്ട് മറ്റേ ദേവന്റെ അഭീഷ്ടം പുതിയതാണ് എന്നൊക്കെ ഈ പ്രശ്നം ഒരാൾ അതിനും ഒരു ഏജന്റ് പോലെ ഒരാൾ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെപ്പിക്കുന്നു, എന്നിട്ടിത് മാറ്റണം എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ സ്വർണത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കസ്റ്റംസിൽ നിന്ന് സ്വർണം വാങ്ങിച്ചു, പൈസ കൊടുത്ത് വാങ്ങിക്കുന്നുണ്ടല്ലോ. ആ സ്വർണം അങ്ങ് ഉപയോഗിച്ചാൽ മതിയല്ലോ. പിന്നെ ഇവർ ഈ നാണയമായിട്ട് കൊടുത്ത സ്വർണം അത് എവിടെ പോയി എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വർണം അല്ലെങ്കിൽ തന്നെ സിനുജി ശബരിമലയിലെ ആളുകൾ സംഭാവനയായിട്ട് കൊടുക്കുന്നില്ല. ഗുരുവായൂരിലൊക്കെ എത്ര സ്വർണ്ണാണ്. അപ്പൊ അവിടെ തന്നെ സ്വർണം ഉള്ളതാണ്. പിന്നെ ഇത് മറ്റേ ഫോണിക്സ് ഗ്രൂപ്പ് അല്ലേ, ഫോണിക്സ് ഗ്രൂപ്പ് ഇതിനൊരു സ്പോൺസർ ഉണ്ടായിരുന്നല്ലോ. ആ സ്പോൺസർ 3 കോടി രൂപയോളം ഇല്ലേ അതിനുവേണ്ടി ചെലവാക്കിയിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്പോൺസർ ഉണ്ട്. അതിന് പുറമെ മറ്റേ കസ്റ്റംസിൽ നിന്ന് സ്വർണം മേടിച്ചിട്ടുണ്ട്. ശബരിമലയിൽ തന്നെ സ്വർണമുണ്ട്. ഇതിന് പുറമെയാണ് 27 പേരിൽ നിന്ന് സംഭാവനയായിട്ട് ഈ സ്വർണ്ണ നാണയങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതെവിടെ പോയി, എന്ത് സംഭവിച്ചു, അതിനെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുന്നെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അതനുസരിച്ചിട്ടാണ് ഈ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റേതിൻ്റെ അകത്ത് ഈ സുരേഷ് ഗോപിയുടെ പേര് മാത്രം പറഞ്ഞത് എന്തുകൊണ്ട്? അതുപോലെ തന്നെ ഈ അഡ്വക്കേറ്റ് കമ്മീഷണറായിരുന്ന ASP കുറുപ്പിൻ്റെ റോൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു? കാരണം ഈ ASP കുറുപ്പാണ് ഇതിൻ്റെ അകത്ത് സ്പോൺസറായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉണ്ടല്ലോ. കാരണം മണിമണ്ഡപം പണിത് അല്ലേ സ്പോൺസർ സ്ഥാനത്തേക്ക് ഉയരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത് എന്തായാലും തന്ത്രിയിലുള്ള സ്വാധീനം കൊണ്ടാണ് എന്നുള്ളത് വളരെ വ്യക്തം. പക്ഷെ ASP കുറുപ്പിന്റെ റോളും കൂടി ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. മണിമണ്ഡപം നിർമ്മാണം വഴി സ്പോൺസർ ചെയ്യുന്നത് വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ആകുന്നത് അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ തന്ത്രി ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവില് തന്ത്രിക്ക് ഇതിൻ്റെ അകത്ത് നേരിട്ട് പങ്കൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അദ്ദേഹത്തിന് ഈ താന്ത്രിക ആചാരപരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിലുള്ള പ്രശ്നം, അത് ശരിയാണെങ്കിൽ ഈ ശങ്കരദാസിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്ത്രിയെ അറസ്റ്റ് ചെയ്തല്ലോ. മറ്റേ CPM-കാരെയൊക്കെ അറസ്റ്റ് ചെയ്തതിന്റെ ഒരു കേട് തീർക്കാനോ മറ്റോ തന്ത്രിയെ കുടുക്കിയതാണോ എന്ന് പറഞ്ഞൊരു പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇനി ഉയർന്നു വരാനുണ്ട്. തന്ത്രിയെ അങ്ങനെയാണെങ്കിൽ കുടുക്കിയതാണോ, അല്ലെങ്കിൽ ഈ 40 ദിവസം കഴിയുമ്പോൾ എങ്ങനെ ജാമ്യം കിട്ടാനുള്ള ഒരു വകുപ്പ് വന്നു അല്ലെ? അത്ര കേസ് ദുർബലമായതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നീട് തന്ത്രിക്ക് തന്നെ ഒരു കേസ് കൊടുക്കാവുന്നതല്ലേ. നഷ്ടപരിഹാരം കുടുക്കിയതാണ്, എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് കാട്ടി അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാവുന്നതാണ്. കുടുക്കിയതാണെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെ ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.